സൂപ്പറാണ്. പുള്ളി ഇതിനകത്ത് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ മദ്യപാനം എന്ന് പറയുന്ന സാധനം ഒരു ജീവിതം എങ്ങനെ നശിപ്പിക്കും എന്നുള്ളതാണ് കഥാതന്ത്വം. അതിൽ സമ്പന്നനായൊരു നായകൻ അദ്ദേഹത്തിൻ്റെ ജീവിതം മദ്യത്തിലൂടെ എങ്ങനെ നശിച്ചു പോയി എന്നതാണ് കഥാതന്ത്വമായി ഇവിടെ നിലനിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തെ ജനങ്ങളുണ്ടായിരുന്നു അല്ലേ ഓഡിയോ ലോഞ്ചിന്? ഓഡിയോ ലോഞ്ചിന് നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം കണക്ഷനൊക്കെ ഉള്ളൊരു. അതെ, തിയേറ്ററിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത്, മലയാള സിനിമയുടെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഒരു ഓഡിയോ ലോഞ്ചിങ് തിയേറ്ററിൽ വെച്ച് നടക്കുന്നത്. സാധാരണ ട്രെയിലർ പോലും അല്ലാതെയാണ് നടക്കുന്നത്. ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. പ്രശസ്തരായ സംവിധായകന്മാരും അതുപോലെ തന്നെ നടീനടന്മാരും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഇപ്പോൾ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി, പക്ഷേ ഈ സമയം പോലും ആർട്ടിസ്റ്റുകളൊക്കെ നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ചാനലുകാരൊക്കെ ആയിട്ട്. എന്തായാലും പടം ഒരു വൻ വിജയകരമായി മാറാൻ ചാൻസ് ഉണ്ട്. പ്രൊഡ്യൂസർ പുതിയ പടം അനൗൺസ് ചെയ്തു, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പുതിയ പടം. അത് ശരി, ഓക്കെ. എനിക്ക് ഈ വർഷം തന്നെ അവസാനത്തോടൊരു ഷൂട്ട് തുടങ്ങുന്നതാണ് തോന്നുന്നത്. റോബിൻ തിരുമലയാണ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ അടുത്ത പടം അനൗൺസ് ചെയ്തു.